RJ ബാലാജി സംവിധാനം ചെയ്ത് നടുപ്പിൻ നായക സൂര്യ പ്രധാന വേഷത്തിൽ വന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കറുപ്പ് എന്ന സിനിമയുടെ റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കറുപ്പ് RJ ബാലാജി സൂര്യ കോമ്പിനേഷൻ വരുന്ന ഫസ്റ്റ് സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൂര്യയുടെ കരിയർ നോക്കുകയാണെങ്കിൽ ഒരു തിയേറ്റർ ഹിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ 10 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസിൽ വളരെ വലിയ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആൻഡ് അതിന് മുമ്പ് ഇറങ്ങിയ ചില സിനിമകൾ ഭയങ്കര പ്രതീക്ഷകളുണ്ടായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ അത്ര വലിയൊരു ഒരു നമ്പറിലോട്ട് വരാൻ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ബോക്സ് ഓഫീസ് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നൊരു ആക്ടറും കൂടെയാണ് സൂര്യ. ആൻഡ് ഈസ് എ സ്റ്റാർ. ആൻഡ് അങ്ങനെ ഇരിക്കുകയാണ് RJ ബാലാജി സൂര്യയും കൂടെ ഒന്നിക്കുന്നത്. ആൻഡ് RJ ബാലാജി നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ സിനിമകളെല്ലാം തന്നെ കുറച്ച് ഫണ്ണായിട്ടുള്ള കുറച്ച് എല്ലാവരെയും കളിയാക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സമയത്ത് RJ ബാലാജി സൂര്യ കോമ്പിനേഷൻ വരാൻ നേരത്ത് ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ചിലർക്ക് ഇത് എങ്ങനെയാവും ഡൗട്ടുണ്ട്. പിന്നെ ട്രെയിലറിൻ്റെ അകത്ത് RJ ബാലാജി വില്ലനായിട്ട് വരുന്നപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഈ പടം നോക്കിയ തിയേറ്ററിൽ ബ്ലാസ്റ്റാണ് തന്നിരിക്കുന്നത്. ഭയങ്കര ഒരു ഹൈ മൊമെൻറ്റ്സ് ഒക്കെ അടുക്കി വെച്ചൊരു പടം. ഒരു സൂര്യ ഫാൻ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ വർക്കാവുന്ന ഒരുപാട് സീൻസ് സിനിമയ്ക്കകത്തുണ്ട്. ആൻഡ് സൂര്യയുടെ ലുക്ക് ആയിക്കോട്ടെ, പുള്ളി ആ വരുന്ന രീതിയൊക്കെ ആയിക്കോട്ടെ, അടിപൊളിയായിട്ടുണ്ട്. സിനിമയുടെ ഫസ്റ്റ് തുടങ്ങാൻ നേരത്ത് സൂര്യ വരുന്നുണ്ട്. അതിനുശേഷം സൂര്യ വരെ 40 മിനിറ്റ് കഴിഞ്ഞ്, അതായത് സിനിമ ഒരു ഇൻ്റർവെൽ പോർഷനോട് അടുത്താണ് പിന്നെ സൂര്യയുടെ എൻട്രി തന്നെ വരുന്നത്. കാരണം അത്രയും നേരവും സ്ക്രീൻ സ്പേസ് നോക്കുകയാണെങ്കിൽ RJ ബാലാജിക്ക് പടന്നത് കൂടുതലാണ്. സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള സിനിമയ്ക്കകത്തും ഈ ഒരു നിയമ സംവിധാനം, അതിനത് നടക്കുന്ന ഒരു നായകൻ, അതുപോലെ തന്നെ കോമഡി, മറ്റുള്ളവരെ കളിയാക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അതിൻ്റെ സിനിമയ്ക്കകത്ത് ഉണ്ടാവും. ഈവൻ മുക്കുത്തിയമ്മൻ ആ സിനിമയ്ക്കകത്ത് ഇതേ ഒരു ട്രാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതേ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ സ്വാമിജി, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നിയമം, കോടതിക്കകത്ത് വക്കീൽ അഡ്വക്കേറ്റ്സ് ഇവർ ചെയ്യുന്ന കള്ളത്തരമൊക്കെ ഉണ്ടല്ലോ. ഈ വരുന്ന ആൾക്കാരെ പൈസ എങ്ങനെ അടിച്ചു മാറ്റാം, അല്ലെങ്കിൽ ജഡ്ജ് ഇതെങ്ങനെ കൂട്ടി നിൽക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന സിനിമയാണ്. സോ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം തൻ്റെ മകൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് വരികയും അവിടെ വെച്ച് പുള്ളിയുടെ സ്വർണ്ണം നഷ്ടപ്പെടുകയും അത് പോലീസ് കണ്ടുപിടിക്കുകയും ലാസ്റ്റ് കോടതിയിൽ പോയി 4 മാസം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിന് സ്വർണ്ണം കിട്ടുന്നില്ല. അവസാനം ആ കോടതിക്ക് മുമ്പിൽ തന്നെ ഒരു കറുപ്പ് സ്വാമി, വേട്ടക്കറുപ്പ് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, ഒരു കാവൽ ദൈവമാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ കാവൽ ദൈവങ്ങളെന്ന് പറഞ്ഞിട്ട് ഓരോ ടെറിട്ടറിക്ക് ഓരോ ദൈവങ്ങളുണ്ട്. അതുപോലെ ഈ കോർട്ടിന് ബേസ് ചെയ്ത് നിൽക്കുന്ന ആ കോമഡി തന്നെ ഉള്ളൊരു ചെറിയ ക്ഷേത്രമാണിത്. ആൻഡ് അവിടെ ഒരു നേർച്ച എന്ന് പറയുന്നത് മുളവ് അരച്ച് ആ ദൈവത്തിൻ്റെ ശില്പത്തിൽ തേച്ചാൽ ദൈവം വരും, നമുക്ക് ആഗ്രഹം സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ പ്രതീക്ഷകളെല്ലാം പോയി, വക്കീലും പറ്റിച്ചു, മോൾ മരിക്കാറായി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളി അത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സൂര്യയാണ് കറുപ്പ് എന്ന ദൈവമായിട്ട് വരുന്നത്. ഒരു രക്ഷയില്ല പുള്ളിയുടെ പെർഫോമൻസ്. ആ അവസാന സീൻസൊക്കെ ഭയങ്കര ബ്ലാസ്റ്റാണ്. ഒരു 10 വർഷം ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒറ്റ അടിക്ക് സ്ക്രീനിൽ പുള്ളി അടിച്ചു വെച്ചിട്ടുണ്ട്. ആ അവസാന സീൻസ് ആയിക്കോട്ടെ, ഒരു ഇൻറ്റർവൽ പോർഷനൊക്കെ ഭയങ്കര എലിവേഷനാണ്. ഒരു ഗോസ്റ്റ് റൈഡറിൻ്റെ ഒരു ചെറിയൊരു ചായ് വരുന്നുണ്ടെങ്കിലും പക്ഷേ അത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുക ഭയങ്കര രസമാണ്, ഭയങ്കര ഗൂസ് ബംസ് ഉള്ള കാര്യമാണ്. സോ ഞാൻ ഇപ്പോഴും ആയാലും തിയേറ്റർ മിസ് ചെയ്യാതിരിക്കുക. കാരണം തിയേറ്ററിൽ വർക്കൗട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ലോജിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു ദൈവ സിനിമയാണ്. ഒരു ദൈവ സിനിമയ്ക്ക് അതിന് പോയിട്ട് ഇനി ലോജിക്കുണ്ടോ, പരിപ്പോടയുണ്ടോ, പാനിപ്പൂരി ഉണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്നൊരു കോൺസെപ്റ്റ് അകത്ത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ പറയുന്നതാണ് റൂള്. അത് കാണുക, എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ നമുക്കവിടെ ചെയ്യാറുള്ളൂ. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഇനി പോയി അന്വേഷിക്കാനൊന്നുമില്ല. കാരണം ഇറ്റ് സൂപ്പർ നാച്ചുറൽ, ദൈവം അകത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അതാണ് കഥ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂര്യ ലുക്ക് ആയിക്കോട്ടെ അടിപൊളിയായിരുന്നു, തിമിർത്തു. ഈവൻ സായ ബേക്കർ എടുത്തു പറയണം, പുള്ളിയുടെ മ്യൂസിക് ഒരു രക്ഷയില്ല. ചില സ്ഥലത്തൊക്കെ അമ്മാര പീക്ക് പടത്തിനെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് ചിലതായിട്ട് തോന്നിയ ടെക്നിക്കൽ ടൈമിലൊക്കെ ഈ വോയിസ് ഒക്കെ ചിലതൊക്കെ ലിപ്സിങ് ആവുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ചിലയിടത്തൊക്കെ മേക്കപ്പ് കുറച്ച് ഓവറായി, തൃശ്ശയൊക്കെ കുറച്ച് ഓവറായിട്ട് മേക്കപ്പ് ഇടുന്നു തോന്നുന്നു. സിനിമ തുടങ്ങാതെ ഒരുപാട് മലയാള ആർട്ടിസ്റ്റ് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര ഒരു സിനിമ കണ്ടുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സമയത്ത് കാണാം. അതുവരെയും ബൈ.